ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നോർമൽ ബ്ലൗസ് വെട്ടണത് എങ്ങനെയാണ് അത് മെഷർ ചെയ്ത് വെട്ടണതെന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. വേഗം വായു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൗസും കാര്യങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിനൊന്ന് അടിച്ചെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലൗസാക്കി എടുക്കണ്ടേ? അപ്പോൾ നോർമൽ ബ്ലൗസായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ നമ്മുടെ മെഷീനൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പവർ മെഷീനാണ് കേട്ടോ, സിംഗറിൻ്റെ പവർ മെഷീനാണ്. അപ്പോൾ സംഗീത ഫസ്റ്റ് ഇരിക്കാമെന്ന് പറഞ്ഞതാ, പിന്നെ അവൾക്ക് മോട്ടറുള്ള മെഷീനുമ്പോൾ വലിയ പിടുത്തല്ല. അപ്പോൾ ഞാൻ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടക്ക് ബ്ലൗസ് അല്ലേ, അപ്പോൾ നേരത്തെ നമ്മൾ ടക്കും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചോക്ക് വെച്ചിട്ട് കുറച്ച് ടക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വേണം കേട്ടോ നമ്മൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഓരോ ഭാഗവും ബ്ലൗസിനെ നോർമൽ ബ്ലൗസ് നമ്മൾ ഫ്രണ്ട് ഓപ്പണാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡ്, ഇടത്തെ സൈഡും വലത്തെ സൈഡും നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നൂലൊക്കെ പൊട്ടിപ്പോവും, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ടക്കിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നൂലിങ്ങനെ ബാലൻസ് ഇങ്ങോട്ട് ഇട്ടോട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അല്ലെങ്കിൽ അത് വലിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ടക്ക് ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളുടെ വഞ്ചി ഭാഗം വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തു നിന്നുള്ള ടക്കിനിട്ടാണ് നമുക്ക് കൊടുക്കണത്. നമ്മൾ ബ്രസ്റ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു 3 പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പോയിൻറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മളൊരു 1.5 വീതം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് വേണം കേട്ടോ നമുക്ക് അടുത്ത ടക്കായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രസ്റ്റ് ഭാഗം നല്ല ഷേപ്പിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ കണ്ട ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മെഷർ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. കുറയ്ക്കുമ്പോഴൊക്കെ പണ്ടത്തെ സിനിമാ നടികളുടെ ബ്ലൗസൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഇത്തിരി എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ അങ്ങനെ കൂർത്തതുപോലെ ഒന്നും ആക്കണില്ല, സാധാ ഒരു നോർമൽ പോലെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടക്ക് എങ്ങോട്ട് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോളിൻ്റെ അവിടേക്ക് നമ്മളൊരു ടക്ക് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ടക്കിൻ്റെ അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം. എങ്ങനെയുണ്ട്? ഒരു സൈഡാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്ത സൈഡ് കൂടെ ചെയ്യണം. പിന്നെ ചെയ്യുമ്പോൾ കുറച്ച് തുണി അധികം ബാലൻസ് ഇട്ടോട്ടാ. നമ്മൾ ഷേപ്പ് വരുന്ന സ്ഥലത്തില്ലേ, വേസ്റ്റിൻ്റെയും ബ്രസ്റ്റ് സൈസിൻ്റെ ഒക്കെ അവിടെ വരുന്നത്, അപ്പോൾ അവിടെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ നമ്മൾ ഈ ടക്കും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ അവിടേക്ക് തുണി തികയാണ്ട് വരും കുറവിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് ആ ബ്ലൗസ് നമുക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളെക്കാട്ടും സൈസ് കുറവുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളോടൊന്ന് ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനും ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ വെക്കുന്ന പട്ടില്ലേ, നമ്മളിപ്പോൾ ഇവിടെ വഞ്ചി എന്നാണ് പറയുന്നത്, ഒരു വഞ്ചി മോഡലല്ലേ, അത് കാരണം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 പീസാണ് കറക്റ്റ് വേണ്ടത്. നമുക്ക് ഇതിപ്പോൾ ഒരു ഡെമോ ബ്ലൗസ് അല്ലേ നമ്മൾ തയ്ക്കുന്നത്, അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നേരത്തെ നമ്മൾ കൈക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഒരു തുണി തന്നെയാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ നല്ല ഭാഗവും ഉള്ളിൽ വെക്കുന്നതിൻ്റെ ഒരു പൊട്ട ഭാഗവും പിന്നെ നല്ല തുണിയുടെ നല്ല ഭാഗം കൂടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വഞ്ചിയുടെ ഏറ്റവും അടിയിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് പതിപ്പിച്ചും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ആ പതിപ്പിച്ച് അടിച്ചിട്ടുണ്ടെങ്കിലേ അടിഭാഗത്ത് ഒരു ഇത് വരും, നമുക്കൊരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു കനം കൂടുതലുള്ള പോലെ തോന്നും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. പിന്നെ അതുമാത്രമല്ല, പിന്നെ ബ്ലൗസ് ഇടുമ്പോൾ നമ്മൾ വീണ്ടും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അടിപ്പൊക്കെ കാണില്ലേ, അതപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നോക്കിയേ, രണ്ട് ഭാഗവും നല്ല പുറം നമ്മുടെ റെഡ് തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ അപ്പുറവും ഇപ്പുറവും വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ആ വഞ്ചീനെ കറക്റ്റായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പട്ട വേണം നമുക്ക് നമ്മുടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ അതുമേലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്ലിയറായിട്ട് കൈയൊക്കെ നന്നായി വലിച്ച് പിടിച്ചിട്ടൊക്കെ ഒന്ന് തയ്ച്ചോട്ടാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല കയറ്റിറക്കമൊക്കെ വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ബൾജിങ്ങൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല.
പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്ര അധികം വഞ്ചിര ആവശ്യമില്ല, എന്നാലും നമ്മൾ തുണി കൂടുതലല്ല ഇട്ടുള്ളത്, കുറയാണ്ടിരുന്നാൽ മതി. കൂടുതലിട്ടാൽ നമുക്ക് ബാലൻസ് വെട്ടി കളയാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ രണ്ടാമത്തത് അടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടെണ്ണം അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രണ്ട് നോർമൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ വഞ്ചിര കൂർത്ത് നിൽക്കുന്ന ഭാഗവും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നമ്മൾ കുടുക്ക് വെക്കുന്ന ഭാഗമില്ലേ, കുടുക്കും പട്ടയും വെക്കുന്ന ഭാഗം അവിടെ അങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, തെറ്റാൻ പാടില്ല. പിന്നെ വെക്കുന്നതും തെറ്റാൻ പാടില്ല. നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല തുണിമേലാണ് കേട്ടോ, നല്ല സൈഡിലാണ് ഇപ്പോൾ നമ്മൾ മറ്റേ വഞ്ചിര ഒരു പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണത്, വഞ്ചിര കൂർത്ത ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ഇത്തിരി വലിച്ചു പിടിച്ചിട്ടൊക്കെ ഒന്ന് തുന്നിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തി ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ കൂടി വന്ന് നിൽക്കണൊക്കെ പോലെ തോന്നും. പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ചോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റിച്ചായിട്ട് അടിക്കണേ, നമ്മളിതൊരു വെറുതെ തന്നെ ഡെമോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ കണ്ട. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പട്ട, നമ്മളെ ബ്ലൗസിൻ്റെ പട്ടയമേൽ ഒരു കനം വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തുണി മുന്നേ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് പോരാ. അതിന് പട്ട വയ്ക്കാൻ വേണ്ടിയിട്ട്, കുടുക്ക് വയ്ക്കാനുള്ള പട്ട വയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. സംഭവം എനിക്കിവിടെ തുണി തികഞ്ഞില്ല, അത് കാരണം ഞാനൊരു പീസൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ 1 മീറ്റർ തുണിയൊക്കെ എടുക്കാച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് നിങ്ങൾക്ക് അതിന് കുറേ തുണി അധികം കിട്ടുകയും ചെയ്യും. പക്ഷേ നമുക്കിവിടെ തുണി ലിമിറ്റഡ് ആയിരുന്നു കേട്ടോ, അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിനി കുടുക്ക് വെക്കുന്നതിൻ്റെ അവിടുത്തെ കുളത്തും കാര്യങ്ങളൊക്കെ വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യോടെ തന്നെ നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഈ കുടുക്ക് വയ്ക്കാനുള്ള പട്ടയും കുടുക്ക് വയ്ക്കുന്ന പട്ടയും ഒക്കെ ഇല്ലേ, അതൊക്കെ ലാസ്റ്റാണ് ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ, വേഗം കയ്യോടെ ഓരോ പോർഷൻ ഇങ്ങനെ ചെയ്ത് വിടും കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക, വേഗം നമ്മുടെ ബ്ലൗസ് തുന്നി തീർക്കാം. പിന്നെ ചുരിദാർ തുന്നണ പോലെ ഒന്നല്ല, നമുക്ക് ബ്ലൗസ് വേഗം നല്ല സ്പീഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ബ്ലൗസ് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്കൊരു 5-6 ബ്ലൗസ് വരെ നമുക്ക് തുന്നാൻ പറ്റും കേട്ടോ. ബ്ലൗസ് തുന്നാൻ കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് എല്ലാതും ഒന്ന് നോക്കിയും കണ്ടും അളവെടുക്കാം. അപ്പോൾ പിന്നെ ഒരു നമ്മൾ ബ്ലൗസ് അടിച്ച് കഴിഞ്ഞ് വന്നാലും തെറ്റത്തില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഞാൻ പോർഷൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് പരത്തി അടിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുക്ക് വെക്കില്ലേ, കുടുക്ക് വെക്കുമ്പോൾ ഇത്തിരി ബലത്തിൽ വേണം, ഇത്തിരി കനത്തിലും വേണം, അല്ലെങ്കിൽ നമ്മൾ കുടുക്ക് വെച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടാ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് ഇപ്പോൾ എടുത്തില്ലേ, ആ പീസിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു സൈഡിലേക്ക് ഒരു 3 ഇഞ്ചും മറു സൈഡിലേക്ക് ഒരു 2 ഇഞ്ചുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങളതിൽ വെട്ടണയിൽ കാണിച്ചു തരാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി എടുക്കുക കേട്ടോ. ഒരു സൈഡ് കുടുക്ക് വയ്ക്കുന്ന സൈഡ് ഇപ്പോൾ 3 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുക്കിൻ്റെ പട്ട വയ്ക്കില്ലേ, നമ്മളെ കൊളുത്ത് വെക്കേണ്ട സ്ഥലം, അതിന് നമുക്കൊരു 2 ഇഞ്ച് എടുക്കാം കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ ആ ഭാഗം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡാണ് വേണ്ടത്. ഇനി നമുക്കേ തുണി ചിലപ്പോൾ കൂടുതലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ പട്ട അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ തുണി. നമ്മളിപ്പോൾ ഈ കുടുക്കിന് വെക്കുന്നതില്ലേ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി അത് സെക്യൂറായിട്ട് ഇരുന്നോളും കേട്ടോ. അണ്ട് ബാക്കി ബാലൻസ് ഉള്ള തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള നൂലും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊടുത്താട്ടാ. ഞാനിതൊക്കെ കയ്യോടെ ചെയ്യും, പിന്നിലേക്ക് ബാക്കി വെക്കണില്ല. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും പണിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2 ഇഞ്ചിൻ്റെ തുണിയാണ് എടുക്കുന്നത്. നേരത്തെ നമ്മളൊരു 3 ഇഞ്ചിൻ്റെ ആയിട്ടാണ് എടുത്തുള്ളത്. ഇതിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയുടെ പൊട്ടവശവും അതുപോലെ തന്നെ നമ്മൾ പട്ട വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ, അതായത് കുടുക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി, അതിൻ്റെ നല്ല വശം കൂടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് 1-2 വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. തുടക്കക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയാൽ എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഈ പട്ട എന്തായാലും അവിടെ അടിച്ചിട്ടുള്ള കാരണം പിന്നെ നമുക്ക് തുണി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ തുണീനെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരടി കൊടുക്കുക. ആ ഒരു അടി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയായിട്ടാണ് നമ്മൾ കുടുക്ക് വയ്ക്കാനുള്ള അഴികൾ ഇട്ട് കൊടുക്കണത്.
നമുക്ക് കുടുക്ക് വയ്ക്കാനുള്ള അഴികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഒരു കഷ്ണം അടിച്ചു വെച്ചില്ലേ, എന്നിട്ട് നോക്കിയ ഒരു വി മോഡൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇല്ലേ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് വേണമെങ്കിൽ ഒരു 5 എണ്ണോ, ഞാനിപ്പോൾ ഒരു 5 എണ്ണമൊക്കെ വെക്കും കുടുക്കിന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 14.5 ആണ് മൊത്തത്തിലൊരു ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കഴുത്തിനൊക്കെ ഞാൻ ഇറക്കധികം ആക്കാറില്ല. അപ്പോൾ ഞാനൊരു 6 അല്ലെങ്കിൽ ഒരു 5 അഴി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മെല്ലനെ ഇതിൽ ഇത്തിരി ശ്രദ്ധിക്കണം കേട്ടോ, ഇത് സ്പീഡിലൊന്നും അടിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മുടെ ഏതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കുടുക്ക് വയ്ക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ അടിയിലത്തെ പട്ട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഇട്ടുണ്ട്. ചിലർക്ക് ഷോൾഡർ സ്ലോപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത്തിരി ഷോൾഡർ ഇറക്കമുള്ളവർക്ക്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഷോൾഡർ ഇവിടെ കറക്റ്റ് ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെക്കണം. കൈ വയ്ക്കാനുള്ള തുണി നമുക്കിതിന് കോൺട്രാസ്റ്റ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി പോയതാട്ടാ. അതുമാത്രമല്ല നമ്മുടെ കൈയിൻ്റെ തുണിക്ക് അടിയിലേക്ക് നമ്മൾ ഈ റെഡ് കളർ ഒരു പട്ട പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തുണി ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ അതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി അധികം തുണിയിൽ ചെയ്യാൻ നോക്കുക. നമ്മൾക്കിപ്പോൾ ഇവിടെ പഠിപ്പിച്ച് കൊടുക്കുന്നതല്ല അവൾക്ക്, അത് കാരണം ഇത്രയൊക്കെ മതിയിട്ടാ. ഇനി നമുക്കതിൻ്റെ പട്ട റെഡ് പട്ട ഈ ബ്ലാക്ക് മിൽക്ക് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിൻ്റെ പട്ട വയ്ക്കുന്നതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയില്ല, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി നമുക്ക് നമ്മുടെ കൈ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ നോച്ചും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ നേരത്തെ അടിച്ചില്ലേ, ആ സെൻറ്റർ നോക്കിയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 വട്ടം ഒന്ന് അടിച്ചു കൊടുത്തോട്ടോ. ഷോൾഡർ അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വെക്കുന്നതല്ലേ, ചിലപ്പോൾ പറഞ്ഞു പോരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഒരു കൈ നമ്മൾ ഷോൾഡറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കൈയും ജോയിൻ ചെയ്യണം. അങ്ങനെ ഞാൻ 2 കൈയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി കഴുത്ത്, ഇനി അവസാനം എനിക്ക് പണി നമ്മുടെ കഴുത്താട്ടാ. കഴുത്തിൽ ഞാനിവിടെ ക്രോസ് പീസ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ക്രോസ് പീസും കാര്യങ്ങളൊക്കെ വെട്ടി വെച്ചുള്ളത്. അപ്പോൾ ക്രോസ് പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യേണ്ടത്, ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്രോസ് പീസ് ചെറുതല്ലേ, പിന്നെ നമ്മുടെ നെക്കുമ്മൽ അടിക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ക്രോസ് പീസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കട്ട് കൊടുക്കുക, എന്നാലേ ഈ ക്രോസ് പീസ് ഒന്ന് തിരിയുള്ളൂ. അല്ലെങ്കിൽ ബലം പിടിച്ച പോലെ ഇരിക്കും, നമ്മുടെ കഴുത്തൊരു ഭംഗി ഉണ്ടാവില്ല അടിച്ചത് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ഈ ബ്ലാക്ക് ഒരു ലേശം അങ്ങനെ പുറമേലേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചൊക്കെ ചെയ്തു. പക്ഷേ ഇട്ട് വന്നപ്പോൾ അതൊരു ഭംഗി ഉണ്ടായില്ല, ഒരു അഭംഗി പോലെയാണ് തോന്നിയത്. അവൾക്കും ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടിയും അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയേ, ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ഒരു പൈപ്പ് ലൈൻ പോലെ കൊടുക്കുക. ഇപ്പം ഞാനൊരു പൈപ്പിങ് കൊടുത്തു, പക്ഷേ എനിക്കിഷ്ടമായില്ല, അതുപോലെ തന്നെ അവൾക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് മാറ്റി തന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും നമ്മുടെ ജോയിൻ ചെയ്യേണ്ട നമ്മുടെ ബ്ലൗസ് ഇടാൻ പറ്റിയൊരു പാകത്തിലേക്ക് ആക്കണം. നമുക്ക് നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിലെ ബ്ലൗസിന് എടുത്തുള്ള ബാക്കിലെ ബ്ലൗസല്ല നമ്മുടെ കറക്റ്റ് പാകം. ഫ്രണ്ടിൽ നമ്മൾ കുറച്ചധികം കൂടുതൽ ഇട്ടിട്ടുണ്ടായില്ലേ തുണി, അപ്പോൾ അതാരും എടുക്കരുത് കേട്ടോ. ഫ്രണ്ടിലെ തുണിയുടെ അളവ് എടുക്കരുത്, ബാക്കിലെ തുണിയുടെ അളവ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ബ്ലൗസ് നിങ്ങൾക്ക് അളവിനുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ അളവ് ബ്ലൗസ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെയല്ലേ മെഷർ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് കൈയിൻ്റെ വണ്ണം നമുക്ക് 7 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആം ഹോൾ വരുന്നത് ഒരു 10.5 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് വെച്ചിട്ടേ
ഇപ്പോൾ ഫ്രണ്ടിലെ ഭാഗം തുണി കൂടുതലുണ്ടാവും. അപ്പോൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഇതെന്തിപ്പോൾ ഇത്ര അധികം തുണി ബാക്കിലും വിട്ടിട്ട് തുണി ഭയങ്കര കൂടുതലായല്ലോ എന്നൊക്കെ വിചാരിക്കരുത്. നമ്മളെ ബാക്കിലെ അളവാണ് കറക്റ്റ് അളവ്. ഫ്രണ്ടിൽ നമ്മൾ അളവ് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതെപ്പോഴും ആലോചിക്കുക. അപ്പോൾ ബാക്കിൽ നമ്മളിപ്പോൾ ഒരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടില്ലേ, അപ്പോൾ ആ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ആ വരച്ചു കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് ഷേപ്പ് ചെയ്യാൻ. അതിന് മുന്നേ നമുക്ക് ബാക്കിൽ പട്ട വയ്ക്കണം. നമ്മൾ ഫ്രണ്ടിൽ പട്ട വെച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ പട്ട വയ്ക്കണം. നമുക്ക് തുണിപ്പില്ലാത്ത കാരണമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. ആ തുണി കേട്ടോ ഞാനിപ്പോൾ ബാക്കിൽ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പിടുത്തം, നമുക്കൊരു ഉറപ്പൊരു ബാലൻസ് കിട്ടാമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. അതുമ്മൽ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് പരത്തിയും കൂടി ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കനം നമുക്ക് തോന്നും. നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ നമുക്കൊരു കനം തോന്നട്ടെ, അതിന് വേണ്ടിയിട്ടാട്ടോ. കനം തോന്നൽ മാത്രമല്ല, അവിടെ അങ്ങനെ ഒരു പിടുത്തം വേണം. അല്ലെങ്കിൽ ബ്ലൗസ് ഇട്ടതിന് ചിലപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ പൊന്തി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ തോന്നും. പിന്നെ ഇതൊരു കീഴ്വഴക്കാണ് ഇങ്ങനെ കടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ അതിനൊന്നും കൂടി ഒന്ന് ഡബിൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് സൈഡ് ഇനി പുറത്ത് കാണുന്ന ആരും പേടിക്കേണ്ട. ഈ വൈറ്റ് സൈഡ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു പട്ട, നമ്മളെ ബ്ലൗസിന് പട്ട വയ്ക്കാന്നൊക്കെ പറയില്ലേ, ഒരു കനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട വൈറ്റ് കാണില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തുണിയില്ലാത്ത കാരണമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല കളർ, ഇപ്പോൾ മാച്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പും വേസ്റ്റിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മെഷർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തുണി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നിങ്ങളതൊന്നും ആലോചിക്കേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൻ്റെ വണ്ണം ഇവിടെ ഒരു 7 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് സൈസ് നമ്മളൊരു 8.5 9 കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കൊടുക്കാം കേട്ടോ. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു 8 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അപ്പുറം അടയാളപ്പെടുത്തിയ സെയിം തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചോ 2 സ്റ്റിച്ച്, എന്തായാലും തുടക്കക്കാർ പഠിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ തുണിയിലൊക്കെയല്ലേ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലാണ്ട് പുറമേ തുന്നി കൊടുക്കണം എന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ പിന്നെ അഴിച്ചിടാൻ കുറച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇടില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോർമൽ ബ്ലൗസ് ഇവിടെ അതിവിദഗ്ധമായി ഞാൻ സ്റ്റിച്ച് ചെയ്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഠിക്കാൻ വന്നിട്ട് അവളല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്ത്, ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് ചെയ്തിട്ട് വന്നോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവൾക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു. കണ്ടാ നമുക്ക് ഹെമ്മിങ് ചെയ്യണം കേട്ടോ. നമ്മുടെ കഴുത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പിംഗ് അല്ലേ കൊടുത്തിട്ടുള്ളത്, നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റ് എൻ്റെ ഒരു അളവാണ് കണ്ട. എൻ്റെ ഒരു അളവിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും അവളൊക്കെ ഒരു സെയിം പാകം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഭംഗിൻ്റെ നമ്മൾ നേരത്തെ ഒരു ഹെമ്മിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ബ്ലാക്കിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട്, കഴുത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൗസ്? സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബാക്കിയുള്ള ബാലൻസ് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. നമ്മളിപ്പോൾ കുടുക്ക് വെച്ചിട്ടില്ല, അതിപ്പോൾ അവൾ വീട്ടിൽ പോയിട്ട് കുടുക്ക് വെച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്ക് വഴിയാട്ടാ ബ്ലൗസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ ബ്ലൗസും കൊണ്ട് പോട്ടെ. ബൈ ബൈ.